പോർബന്തറിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം കാറ്റാടി പാടങ്ങളുണ്ട്. കാറ്റാടികളൊക്കെ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യാത്രയ്ക്ക് ശേഷം പോർബന്തറിലെത്തി. പോർബന്തറിലെ ഞങ്ങളുടെ ആര്യസമാജത്തിൻ്റെ പോർബന്തറിലെ ആര്യസമാജ ക്ഷേത്രത്തിലാണ് ഇന്ന് താമസിക്കുന്നത്. ഇവിടെ എത്തി, ഇവിടുത്തെ ചെക്ക് ഇൻ ചെയ്തു, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഇനിയും പുറത്തോട്ടൊക്കെ വൈകിട്ട് സന്ധ്യക്കത്തെ ഹവനമുണ്ട്. ഹവനത്തിലും സന്ധ്യാവന്ദനത്തിലും പങ്കെടുക്കണം. അതിന് ശേഷം പുറത്തേക്കൊക്കെ ഇറങ്ങണം. പറ്റുമെങ്കിൽ ഇന്ന് നമ്മുടെ ഇവിടെ പോർബന്തറിലൊരു ബീച്ചുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കും. ഇവിടുത്തെ സന്ധ്യാവന്ദനവും വൈകിട്ടത്തെ അഗ്നിഹോത്രവും കഴിഞ്ഞിട്ട് അവിടേക്ക് പോകുന്നതാണ്. ഇതാണ് ആര്യസമാജം ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. പോർബന്തറിലെ ആര്യസമാജം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്ന ആര്യസമാജത്തിൽ ഒന്നാണ്. ഇത് യജ്ഞശാലയാണ്. ഇവിടെയാണ് രാവിലെയും വൈകിട്ടും സന്ധ്യാവന്ദനവും അഗ്നിഹോത്രവും നടത്തുന്ന സ്ഥലമാണിത്. നമ്മളിപ്പം ഗാന്ധിജിയുടെ വീട് കാണാനായിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ജന്മഗൃഹമാണിത്. ഇതിനകത്തുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അവസാനം ഗാന്ധിജി ജനിച്ച് വളർന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഗാന്ധിജിയുടെ നിർമ്മിച്ചിട്ടുള്ള ആ സംസ്ഥയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ബഹുമാനീയനായ മഹാത്മാഗാന്ധിജി ജനിച്ച് വളർന്ന വീടാണിത്. ഗാന്ധിജി ജനിച്ച് വളർന്ന വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ജലസംഭരണി വർഷജൽ മഴവെള്ളം സംഭരണി.
ഇത് ഗാന്ധിജിയുടെ അച്ഛൻ്റെയും അച്ഛനും അമ്മയുടെയും അച്ഛനും അമ്മയും ഫോട്ടോയാണിത്. അച്ഛനും അമ്മയും. ഇത് പുത്തിരി ഭായ്. ഇത് പോണ്ടത് गांधी का वो नो होता है। ഇതിങ്ങനെ ഒരു കോണി വഴിയാണ് മുകളിലേക്ക് കയറി വരുന്നത്. മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു കിളിവാതിലുണ്ട്. ആ കിളിവാതിൽ കൂടെ നല്ല കാറ്റ് ഉള്ളിലേക്ക് വരുന്ന ഒരു കിളിവാതിലാണ്. അതുവഴി ഇങ്ങനെ നമ്മൾ അകത്തേക്ക് മേളത്തെ നിലയിൽ മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഏകദേശം 200-250 വർഷം മേളിൽ പഴക്കമുള്ള വീടാണ്. ഇപ്പോഴും വലിയ കേടുപാട്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നിലനിൽക്കുന്നത്. മൂന്നാം നിലയിലേക്കുള്ള ഏണിയാണ്, ഗോവേണിയാണ്. ആൾക്കാർ താഴേക്ക് ഇറങ്ങി വരുവാണ്. അതുകൊണ്ട് നമുക്ക് മേലിലോട്ട് കയറി കാണാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പരിസരങ്ങളൊക്കെ കാണാം. വലിയൊരു വീടാണ്, വലിയൊരു വീട്. ഇന്നത്തെ കാലത്ത് 200-300 വർഷത്തിന് മുമ്പേ ഇത്രയും വലിയൊരു വീടൊക്കെ പണിയുവരെന്ന് വെച്ചാൽ അവരൊക്കെ നല്ല സമ്പന്ന ഇതിലുള്ളവരായിരിക്കും. ഇത് രണ്ടാം നിലയുടെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ്. ഇവിടെയുണ്ടൊരു വാതിൽ. നിലകളിലേക്ക് പ്രവേശിക്കാം. നിലയിലേക്ക് ഇങ്ങനെ ഗോവേണി കയറി വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പഴയ കാലത്തെ നമ്മുടെ റെഡ് ഓക്സൈഡൊക്കെ അടിച്ച ഒരു തറയാണുള്ളത്. എൻ്റെ മച്ചാണ്. മച്ചിനൊന്നും വലിയ ഉയരമില്ല. എന്നാൽ തന്നെ വലിയ ചൂട് ഒന്നും, ഇത്രയും ഉഷ്ണ സമയമായിട്ട് പോലും ഇവിടെ നിന്നിട്ടൊരു ചൂടില്ല. അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത് ഉള്ള ഏരിയയാണ്, ഉള്ളിലെ ഓരോ സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. ഓരോ മുകളിലത്തെ നിലയിലെ പ്രൈവറ്റ് ബെഡ്റൂമുകളൊക്കെ ആയിരുന്നു ഇതൊക്കെ ഇന്നത്തെ കാലത്ത്. ഇതിലൊക്കെ ഓരോ പഴയ ചുവർ ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് വരച്ച് കണ്ട് ഇതൊക്കെ നരസിംഹ അവതാരത്തിൻ്റെയൊക്കെയാണ്, ഓരോ അവതാരങ്ങളാണ്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഉണ്ടൊരു കിളിവാതിൽ. ഇതെല്ലാം വഴിയിലേക്ക് ദർശനമായിട്ട് വച്ചിരിക്കുന്ന വാതിലുകളാണ്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇത്രയാണ് ഗാന്ധിജിയുടെ വീടിൻ്റെ ദർശനങ്ങൾ. വഴി താഴത്തെ രണ്ടാം നിലയിലുള്ള പോലെ തന്നെ ഇതുവഴി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ആയിട്ടൊരു മുറി കാണാം. ആ മുറിയുടെ കോണിലായിട്ട് എന്താണെന്നറിയില്ല, ഇങ്ങനൊരു സ്ഥലമുണ്ട്.
എന്തിനു വേണ്ടിയായിരുന്നു അത് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നതെന്ന് അറിയില്ല. അതും എല്ലാ റൂമിനും റോഡിലേക്ക് തുറക്കുന്ന ഒരു കിളിവാതിലുണ്ട്. പോർബന്ദർ ബീച്ചിൻ്റെ മനോഹാരിതയാണ് ഈ കാണുന്നത്. ഇനി കിടക്കുന്നേ ഉള്ളൂ. അങ്ങോട്ട് അകലെ നമുക്ക് കപ്പലുമൊക്കെ കാണാം. കപ്പലൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇഷ്ടം പോലെ ഗോവ് പശുക്കൾ മേഞ്ഞ് നടക്കുന്നു. അവിടെ അടുത്ത് ഒരു ഗോശാലയുണ്ട്. പോർബന്ദർ ബീച്ചിനടുത്തുള്ള ഒരു ക്ഷേത്രമാണിത്. വളരെ മനോഹരിതമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. പോർബന്ദർ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തോടടുത്ത് ഒരു വലിയൊരു ഗോശാല പ്രവർത്തിക്കുന്നുണ്ട്. പോർബന്ദറിലെ ചൗപ്പാട്ടി ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചൗപ്പാട്ടി ബീച്ച് കാണാൻ വേണ്ടി പോവുകയാണ്. ചൗപ്പാട്ടി ബീച്ചിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമ്മൾക്ക് അവിടെ ചെന്ന് കാണാം. വന്നാട്ടെ. വളരെ വലിയ തിരകളാണ്. നമ്മുടെ തൃക്കുന്നപ്പുഴയിലൊന്നും കാണുന്ന പോലുള്ള തിരയല്ല. അതിൻ്റെയൊക്കെ ഡബിൾ ഇരട്ടി തിരയുണ്ട് ഇവിടെ. ഭയങ്കര ശക്തമായ തിരയാണ് അടിക്കുന്നത്. ചൗപ്പാട്ടി ബീച്ച്. ഈ ചൗപ്പാട്ടി ബീച്ചിലേക്ക് പോവാം. നടന്ന് നമ്മൾ ഒടുവിൽ പോർബന്ദറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ചൗപ്പാട്ടി ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ധാരാളം വിനോദസഞ്ചാരികൾ വൈകുന്നേരത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ശക്തമായ തിരയാണ്. ഞാൻ എന്താ പറഞ്ഞ പോലെ ശക്തമായ തിരയാണ്. നമ്മുടെ നാട്ടിലെ പോലല്ല, ഭയങ്കര ഇവിടെ നമ്മുടെ നാട്ടിലെ മണലാണ് ഈ കടലിൻ്റെ ഇവിടൊക്കെ തീരത്തൊക്കെ മണലാണ്. ഇവിടെ ഉണ്ട് മണലുകൾ. പക്ഷേ ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് കാണില്ലേ, ഇത് കണ്ടില്ലേ, ചെളിക്കൊണ്ട് പോലെ കല്ലാണ്. കട്ടിയിലാണ് സാധനങ്ങൾ ഇരിക്കുന്നത്. നമ്മളാദ്യം വരുന്നവരൊക്കെ ഇത് മൊത്തം ചെളിക്കൊണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഇത് ചെളിക്കൊണ്ടൊന്നല്ല, ഭയങ്കര കല്ല്. എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള കല്ലാണ്. അവിടെ വന്നവർ കാല് നനയ്ക്കും. എത്ര ദൂരെ നിന്നിട്ട് നമ്മുടെ അടുത്ത്